കേൾക്കുമ്പോൾ വളരെ സില്ലി ആയിട്ട് തോന്നുന്ന എന്നാൽ ഭയങ്കര കോമൺ ആയിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യുന്ന 3 കരിയർ കില്ലിംഗ് മിസ്റ്റേക്സ്. നമ്പർ 1, കോപ്പിംഗ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ കൂട്ടുകാരൻ അതിന് പോയെന്ന് കരുതി അതിന് പോയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കഥയില്ല. എന്റെ കൂട്ടുകാരി അതിന് പോയെന്ന് കരുതി അതിന്റെ പുറകെ പോയിട്ട് നമ്മളൊരു മലയും മറിക്കാൻ പോകുന്നില്ല. ഈ പ്രിസൈസ്ലി ഈ കൂട്ടുകാരുടെ പുറകെ പോയി അല്ലെങ്കിൽ കൂട്ടുകാരെടുത്ത് കോഴ്സ് എടുത്ത് പോയി എന്ന് പറയുന്നതിന് നാട്ടുകാരുടെ അഭിപ്രായവും ഈ പറയുന്ന വീട്ടുകാരുടെ പ്രഷറും എല്ലാം ഇൻക്ലൂഡ് ആവും കേട്ടോ. മറ്റൊരാളുടെ അഭിപ്രായമോ മറ്റൊരാളുടെ തീരുമാനമോ അല്ല നമ്മുടെ കരിയറായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, നമ്മുടെ തീരുമാനമായിരിക്കും. മിസ്റ്റേക്ക് നമ്പർ 2, ഫോളോയിങ് ദ ട്രെൻഡ് ബ്ലൈൻഡ്ലി. ഇപ്പം അതിന് ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുമെന്നോ എന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾ ഇന്നത് ചൂസ് ചെയ്തിട്ട് കഥയില്ല. നിങ്ങൾ ഇന്നത് ചൂസ് ചെയ്ത പാസ് ഔട്ട് ആവാൻ മിനിമം 3 വർഷം അല്ലെങ്കിൽ 4 വർഷം എടുക്കും. അത് കഴിഞ്ഞ് ഒരു ഇന്റേൺഷിപ്പും കംപ്ലീറ്റ് ചെയ്ത് മിനിമം എക്സ്പീരിയൻസുമായിട്ട് പുറത്തേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ജോലി സാധ്യത പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തേക്കോ പോകുമ്പോഴത്തേക്ക് ഈ മേഖലയെ മാറിയിട്ടുണ്ടാവും. സോ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യുക. അത് ചെയ്യാതിരിക്കുന്നതാണ് 3ാമത്തെ മിസ്റ്റേക്ക്. അപ്പൊ ശരി, ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പറ്റിയിട്ട് എന്നാൽ തിരുത്താൻ സമയമുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തിരുത്താൻ സമയമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിരുത്തുക. ഈ പറയുന്ന കോഴ്സുകളെ പറ്റിയിട്ടോ കോളേജിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള മേഖലകളെ പറ്റിയിട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ലൈഡ് DM. We are happy to help. Okay, thank you.